നമ്മൾ ലാലേട്ടൻ്റെതായി കാണാൻ പോകുന്നത് ചില അതിശയിപ്പിക്കുന്ന സിനിമകളാണ്. അതിശയിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ തിയേറ്ററിൽ നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്ന ചില മോഹൻലാൽ സിനിമകൾ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. അത് മുഴുനീള കഥാപാത്രമായിരിക്കില്ല എന്നതുകൂടി ഓർക്കണം. ചില ക്യാമിയോ വേഷങ്ങളിലെത്തി മോഹൻലാൽ നമ്മളെ ശരിക്കും ഞെട്ടിപ്പിക്കും. ജയിലർ എന്ന സിനിമയിൽ മോഹൻലാൽ നമ്മളെ ഞെട്ടിപ്പിച്ചോ അതേ വിധത്തിൽ തന്നെ ഞെട്ടിപ്പിക്കാനുള്ള സാധ്യത തരുന്ന ചില കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. അതിൽ ഒന്നാണ് MN എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ കഥാപാത്രം. സാധാരണ ക്യാമിയോ കഥാപാത്രത്തിൽ നിന്നും കുറച്ചും കൂടെ എക്സ്റ്റൻഡഡ് ക്യാമിയോ കഥാപാത്രമായിരിക്കും മോഹൻലാലിന്റെ ഈ ചിത്രത്തിൽ. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. എന്നാൽ മോഹൻലാലിന് ഏതാണ്ട് 4ഓളം ആക്ഷൻ സീക്വൻസുകൾ ഈ ചിത്രത്തിൽ ഉണ്ടെന്ന് ഇപ്പോൾ അറിയുകയാണ്. നേരത്തെ തന്നെ 3ഓളം ആക്ഷൻ സീക്വൻസുകൾ ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. മോഹൻലാലിന്റെ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും ഈ ചിത്രത്തിന്റെ ആക്ഷൻ സീക്വൻസുകളാണെന്നുള്ള റിപ്പോർട്ടുകളാണ് എത്തിയത്. ഇപ്പോഴിതാ ഇതേ സിനിമയുടെ ലൊക്കേഷനിലെ മോഹൻലാലിന്റെ ചില വീഡിയോകൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നുണ്ട്. അത് പല ട്രാക്കർമാരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് നമ്മളെ ഞെട്ടിപ്പിക്കുകയും ചെയ്തു. അപ്പോഴാണ് മോഹൻലാലിന്റെ ആക്ഷൻ സീക്വൻസിന്റെ പോർഷനൊക്കെ അവസാനിച്ചു എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. ഇവിടെ ഇന്നും മോഹൻലാലിന് ഏതാണ്ട് 4ഓളം ആക്ഷൻ സീക്വൻസുകൾ, അതും വളരെ ഡിഫറന്റ് ആയ ലൊക്കേഷനുകളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കഥ വലിയ രീതിയിൽ തന്നെ സഞ്ചരിക്കുന്നുണ്ട്. പേട്രിയോട്ട് എന്നാണ് ഈ ചിത്രത്തെ മോഹൻലാൽ അടക്കം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ആക്ഷൻ സീക്വൻസുകൾ മോഹൻലാലിന് മാത്രം കേന്ദ്രീകരിച്ച് വരുമ്പോൾ എങ്ങനെയായിരിക്കുമെന്നറിയാനുള്ള കൗതുകം ഇപ്പോൾ തന്നെ നമ്മളിലൊക്കെ ആകാംക്ഷ ജനിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് മമ്മൂട്ടിക്കൊപ്പമുള്ള ആക്ഷൻ സീക്വൻസുകൾ ആണെന്നും പറയപ്പെടുന്നു. ബാക്കിയൊക്കെ മോഹൻലാലിന്റെ മാത്രമാണോ അതോ മോഹൻലാലിനൊപ്പം ഫഹദ് ഫാസിലും കുഞ്ചാക്കോവനും ഒക്കെ എത്തുന്നുണ്ടോ എന്നതൊക്കെ ഒരു കൗതുകം ജനിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രം എന്തായിരിക്കും? നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണോ അതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ എത്തുന്നത്? കൂടാതെ ഇതിനു മുമ്പ് ചിത്രത്തിന്റെ ഒരു സിനോപ്സിസ് പുറത്തു വന്നപ്പോൾ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ രക്ഷിക്കാനെത്തുന്ന സുഹൃത്ത് എന്ന രീതിയിലുള്ള പറച്ചിലൊക്കെ കേട്ടിരുന്നു. എങ്ങനെ വല്ലതും എത്തുന്നതാണോ എന്നതൊക്കെ അറിയാനുള്ള കൗതുകം. എന്നിരുന്നാലും മോഹൻലാലിന്റെ ഗംഭീര ആക്ഷൻ നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാം. പിന്നെ മഹേഷ് നാരായണൻ എങ്ങനെ ഒരുക്കുന്നു എന്നതാണ് മറ്റൊരു കൗതുകം. എന്തായാലും മോഹൻലാൽ സോഷ്യൽ മീഡിയ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. മോഹൻലാലിന്റെ ഇങ്ങനെ ചില വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ മോഹൻലാൽ എന്ന വ്യത്യസ്ത ആളെക്കുറിച്ച് തന്നെ പറയുകയാണ് സാക്ഷാൽ പ്രകാശ് വർമ്മ. മോഹൻലാലിനൊപ്പം ഗംഭീര ഓറയിൽ നമ്മുടെ മുന്നിലേക്ക് എത്തി തരംഗമായി മാറിയ പ്രകാശ് വർമ്മയെ പറയേണ്ടതില്ലല്ലോ. തുടരുമെന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച സാക്ഷാൽ പ്രകാശ് വർമ്മ തന്നെ. മോഹൻലാൽ വളരെ ആത്മീയതയുള്ള വ്യക്തിയാണെന്ന് പ്രകാശ് വർമ്മ പറയുകയാണ്. ചുരുക്കം ചിലർക്ക് മാത്രം അവകാശപ്പെടാനാകുന്ന സ്വഭാവ വിശേഷതകളുള്ള വ്യക്തിയാണ് മോഹൻലാൽ എന്ന് പ്രകാശ് വർമ്മ പറയുകയാണ്. ധന്യ വർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രകാശ് വർമ്മ മോഹൻലാലിനെ കുറിച്ച് ഗംഭീര ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മുഴുവൻ സമയം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന വ്യക്തിയെന്നല്ല താൻ ഉദ്ദേശിച്ചതിന്റെ അർത്ഥമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും നോക്കിക്കാണുന്ന അല്ലെങ്കിൽ സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള 1-2 ആളുകളെ കാണുമ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മാറുകയും ചെയ്തതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. സെയിന്റ് എന്നൊക്കെ പറയുന്ന മലമുകളിൽ ഇരുന്ന് നമുക്ക് ഉപദേശം തരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ദൈനംദിന പ്രശ്നങ്ങളില്ല. അവർ ഉപദേശം മാത്രം തരുന്നു. നമ്മളെപ്പോലെ നമ്മുടെ ഇടയിൽ ജീവിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമ്മളെപ്പോലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അവർ എങ്ങനെയാണ് ഇത്ര ശാന്ത സ്വഭാവത്തോടെ ഇരിക്കുന്നത്? അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? അല്ലെങ്കിൽ ഒരു സംഭാഷണത്തിൽ അവരുടെ പ്രതികരണം എങ്ങനെയാണ്? ഞാൻ വല്ലാതെ വൈകാരികമായി അല്പം ആശ്വാസത്തിനായി അവരിൽ ആരെയെങ്കിലും വിളിച്ചാൽ അവർ കേൾക്കുക മാത്രമേ ചെയ്യൂ. അവർ ഒരിക്കൽ പോലും ഉപദേശം തന്നിട്ടില്ല. പക്ഷേ ഒരാൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണ ബോധത്തോടെ അത് കേൾക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ വലിയൊരു സ്വഭാവ ഗുണമാണ്. എത്ര പരിശ്രമിച്ചാലും എപ്പോഴും അത് സാധിക്കണമെന്നില്ല. നമ്മുടെ ആ സമയത്തെ പ്രശ്നങ്ങൾ കാരണം മുഴുവനായി കേൾക്കാൻ കഴിയണമെന്നില്ല. എന്നാൽ ചിലർ അവരുടെ പ്രശ്നങ്ങളെല്ലാം മറന്ന് നമ്മളെ കേൾക്കും. അത് അവരുടെ കണ്ണുകളിൽ കണ്ടറിയാം. അത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാകും. കഴിഞ്ഞ 20 വർഷത്തിൽ 1% മാറ്റമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടാകും. അതിൽ കൂടുതലൊക്കെ ബുദ്ധിമുട്ടാണ് ഒരു സാധാരണ മനുഷ്യന്. അതാണ് ഞാൻ സ്പിരിച്വൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മുഴുവൻ സമയം പ്രാർത്ഥിക്കുക എന്ന തരത്തിലല്ല. ഇതിലൊക്കെ പ്രാർത്ഥന ഉള്ളിലാണുള്ളത്. അത് വലിയൊരു ശക്തിയാണ്. അത് ഞാൻ ലാലേട്ടനിൽ കണ്ടിട്ടുണ്ട്. ഒരു അഭിനേതാവിനെ സംബന്ധിച്ച് ധാരാളം സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ഷൂട്ടിന്റെ സമയവും ദൈർഘ്യവും ഒക്കെ ശാരീരികമായി ബാധിക്കാം. ചിലപ്പോൾ അർദ്ധരാത്രി വരെ ഷൂട്ട് നീളാം. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥത വരാം. എന്നാൽ ലാലേട്ടനിൽ അത് കണ്ടിട്ടില്ല. ഒരാളെ പറ്റി പോലും നെഗറ്റീവ് പറയുന്നത് കേട്ടിട്ടില്ല. ലാലേട്ടന് അങ്ങനെ തോന്നാറില്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. മനുഷ്യനല്ലേ, തീർച്ചയായും തോന്നും. എന്നാൽ ആ തോന്നലിനെ മാറ്റി നിർത്താൻ ഞാൻ ശ്രമിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഒരിക്കൽ ഒന്നിച്ച് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ലാൻഡിങ്ങിന് മുമ്പ് താനിരുന്ന സീറ്റിലെ ഷീറ്റ് മടക്കി യഥാസ്ഥാനത്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. സ്വന്തം ലഗേജ് മറ്റാരെ കൊണ്ടും അദ്ദേഹം ചുമപ്പിക്കാറില്ല. നമ്മുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനം നമ്മുടെ കുട്ടിക്കാലമാണ്. അത് ലാലേട്ടനിലുണ്ട്. ജീവിതത്തിൽ പാലിക്കേണ്ട ചില എത്തിക്സുകൾ എന്നതാണ് പ്രകാശ് വർമ്മ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ ചില ഗംഭീര വാക്കുകൾ.